യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയിൽ ആഴത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? ഈശോയുടെ കുരിശു ബലിയിൽ, പരിഹാര ബലിയിൽ നിന്റെ എല്ലാ ശാപങ്ങളും ബന്ധനങ്ങളും തടസ്സങ്ങളും ഒക്കെ ഈശോ എടുത്തു മാറ്റിയതാണ്. നിന്നെ കർത്താവ് പരിപൂർണമായ വിടുതലിലേക്ക് നയിക്കുന്നതിന് വേണ്ട എല്ലാ വിലയും കർത്താവ് ക്രൂശിൽ കൊടുത്തു കഴിഞ്ഞു. പക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഇപ്പോഴും ചില വിഷയങ്ങളിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും ചില വിഷയങ്ങൾക്കകത്തു കൂടെ കയറി ഇറങ്ങി പോകുന്നു, ഒരു അസ്വസ്ഥതയില്ല, ശാപങ്ങൾ വേട്ടയാടുന്ന പോലെ തോന്നുന്നു, ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ബ്രദറെ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ കടന്നു പോകുന്നത്? അല്ലെങ്കിൽ എന്താണ് ഇതിന്റെയൊക്കെ പിന്നിലെ കാരണങ്ങൾ? ദൈവത്തിന്റെ കുരിശിലെ, കർത്താവിന്റെ ക്രൂശിലെ പരിഹാര ബലിയില് നമ്മുടെ പാപങ്ങളുടെ മോചനവും ശാപങ്ങളുടെ മോക്ഷവും ഒക്കെ നടന്നു കഴിഞ്ഞെന്ന് ദൈവവചനത്തിൽ, പുതിയ നിയമത്തിൽ നമ്മൾ കാണുമ്പോൾ, ഇത് പ്രാക്ടിക്കൽ ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് റോമാലേഖനം 6:14 നമുക്ക് നൽകുന്നത്. പലപ്പോഴും നമ്മുടെ പാപങ്ങൾ കർത്താവിന്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെ മോചിപ്പിച്ച് ദൈവപിതാവ് ഇന്ന് നമ്മളെ ക്രിസ്തുവിലൂടെ നീതീകരിച്ചിരിക്കുന്നു. ഈ സത്യം അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ ചില ദുർസ്വഭാവങ്ങളും ചില തെറ്റുകളുമൊക്കെ ഇപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണവും അതിന് ഉത്തരവുമാണ്, അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാൻ സാധിക്കുമെന്നുള്ളതിന് ഉത്തരവുമാണ് റോമാലേഖനം 6:14. ഇന്ന് കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പരിശുദ്ധാത്മാവ് നമ്മളെ പുറത്തു കൊണ്ടുവരും. അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല, കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, നിങ്ങൾ കൃപയ്ക്ക് കീഴിലാണ്. അപ്പോൾ പാപം ഒരു വ്യക്തിയെ ഭരണം നടത്താതിരിക്കണമെങ്കിൽ ആ വ്യക്തി ദൈവകൃപയ്ക്ക് കീഴിലാകുമ്പോൾ ആ വ്യക്തിയെ പാപം ഭരണം നടത്തുകയില്ല. അപ്പൊ ദൈവകൃപയ്ക്ക് കീഴിലേക്ക് നമ്മൾ എങ്ങനെയാ വരുന്നത്? ഈശോയുടെ കുരിശിലെ പരിഹാര ബലിയിലൂടെയാണ് ദൈവകൃപയ്ക്ക് കീഴിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഒരു സമുദ്രത്തിന് അടിത്തട്ടിലേക്ക് പോകുമ്പോൾ അവിടെ വജ്രങ്ങളും പവിഴങ്ങളും നമ്മൾ ഇന്ന് വരെ കണ്ടെത്തിയിട്ടില്ലാത്ത, മനുഷ്യർ ഇപ്പോഴും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന വലിയ കാര്യങ്ങൾ സമുദ്രത്തിന് അടിത്തട്ടിലുണ്ടല്ലേ. അതുപോലെ തന്നെ യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിക്ക് ഒരുപാട് ലെയറുകളുണ്ട്. ആ കൃപയെ തെരഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആ കൃപ, നമ്മൾ നിറയപ്പെട്ട ആ ദൈവകൃപയുടെ ആഴങ്ങൾ തെരഞ്ഞുകൊണ്ട്, കർത്താവിന്റെ സ്നേഹത്തിന് നീളവും വീതിയും ഉയരവും ആഴവും, അത് നമ്മുടെ ഈ ജന്മം മുഴുവനും ഓരോ നിമിഷവും തെരഞ്ഞാലും അത് വീണ്ടും വീണ്ടും നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന അനേകായിരം പവിഴമുത്തുകൾ, വജ്രങ്ങൾ, ദൈവത്തിന്റെ വർണ്ണശബളമായ ദൈവത്തിനെ കുറിച്ചുള്ള പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ജ്ഞാനങ്ങൾ, ഇതെല്ലാം ക്രിസ്തുവിന്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെയാണ്. ആ ഡോർവേ തുറന്ന് നമ്മൾ അതിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇന്ന് ജീവിതത്തിൽ കടന്നു പോകുന്ന ചില പ്രശ്നങ്ങൾ, ചില കാര്യങ്ങളൊക്കെ അവിടെ നിലനിൽക്കുമ്പോൾ ദൈവം വിളിക്കുകയാണ് അത് തെരയുവാൻ. നിന്റെ സകല ശാപങ്ങളും വിടുതലുകളും ബന്ധനങ്ങളും ക്രൂശിൽ കർത്താവ് ചെയ്തു കഴിഞ്ഞ, നീക്കം ചെയ്തതാ, അത് തെരയുക. ആ കൃപയ്ക്ക് കീഴിൽ നീ നിലനിൽക്കുമ്പോൾ പാപത്തിന് നിന്റെ മേൽ ഭരണം നടത്താൻ പറ്റത്തില്ല, ശാപത്തിന് നിന്നെ തൊടാൻ പറ്റത്തില്ല, ഒരു ബന്ധനത്തിന് നിന്റെ അരികിലേക്ക് വരാൻ പറ്റത്തില്ല. കാരണം നീ കൃപയ്ക്ക് കീഴിലാണ്, മറ്റൊന്നിനും കീഴിലല്ല. ആ കൃപയ്ക്ക് കീഴിലേക്ക് ഇന്ന് പ്രവേശിക്കുവാൻ, ആ കുരിശൻ ചുവട്ടിലേക്ക്, യേശുവിന്റെ കുരിശിലെ പൂർത്തീകരിച്ച പ്രവൃത്തിയുടെ ആ നിറവിലേക്ക് നമുക്ക് കടന്നു വരാം. കർത്താവിൽ നിന്ന് ആ കൃപ നമുക്ക് സ്വീകരിക്കാം. യോഹന്നാൻ സുവിശേഷങ്ങൾ ഇപ്രകാരം പറയുന്നു: അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. God bless you.